ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കോബാക്ടീരിയ ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസം ഇൻ ബാക്ടീരിയോളജി. ഒരുപാട് സബ് സ്പീഷീസുകളുണ്ട് ഇതിന്. നമുക്കപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മൈക്കോബാക്ടീരിയ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് ഡിസീസുകൾ വരുത്തുന്ന ഒരു രോഗമാണിത്. അതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. മെയിൻലി ട്യൂബറിക്കിൾ ബാസിലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. മെയിൻലി ഇറ്റ് കോസ് ഹ്യൂമൻസിൽ ട്യൂബേഴ്സ്, അതായത് ട്യൂബർകുലോസിസ് വരുത്തുന്ന ഒരു ഓർഗാനിസം ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ബൊവൈനിൽ വരുത്തുന്നത്, അതായത് ബൊവൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് ബേർഡ്സിലാണെന്ന് തോന്നുന്നു. ബേർഡ്സിനകത്ത് ട്യൂബർകുലോസിസ് വരുത്തുന്ന ഒരു ഓർഗാനിസം ആണ് മൈക്കോബാക്ടീരിയം ബോവിസ് മ്യൂറൈൻ മൈക്കോബാക്ടീരിയം മൈക്രോട്ടി. ആൻഡ് ഏവിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അക്വാജീവികൾ, അതായത് ഫിഷ്, അതിനകത്തൊക്കെ ട്യൂബർക്കിൾ ഫോംസ് ചെയ്യുന്ന ഓർഗാനിസം മൈക്കോബാക്ടീരിയം മറീനിയം. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ലെപ്രേ ബാസിലൈ, അതായത് കുഷ്ഠം, ലെപ്രസി വരുത്തുന്നത്, ഹ്യൂമൻസിൽ വരുത്തുന്നതാണെന്നുണ്ടെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രേ. ആൻഡ് റാറ്റ്സിലാണെന്നുണ്ടെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രേ മാരിയം. Another category is mycobacteria which cause skin ulcers. അതിന് പാത്തോജനിക് ആയിട്ട് വരുന്ന ഓർഗാനിസംസ് ആണ് മൈക്കോബാക്ടീരിയം അൾസേറിയൻസ് ആൻഡ് മൈക്കോബാക്ടീരിയം ബാലനി. ഇത് ഒന്നും കൂടാണ്ട് ഇനിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫോട്ടോക്രൊമാജൻ, സ്കോട്ടോക്രൊമാജൻ, നോൺ ഫോട്ടോക്രൊമാജൻ, റാപ്പിഡ് ഗ്രോവേഴ്സ്. വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് ജോൺസ് ബാസിലസ് വിച്ച് കോസ് another type of tuberculosis which is caused by mycobacterium paratuberculosis. And another one is saprophytic mycobacteria. അതിന് എക്സാമ്പിൾ ആണ് മൈക്കോബാക്ടീരിയം ബ്യൂട്രിക്കം, മൈക്കോബാക്ടീരിയം ഫെലൈ, മൈക്കോബാക്ടീരിയം സ്റ്റിറോകോറോസിസ്, മൈക്കോബാക്ടീരിയം സ്റ്റെമാമാറ്റിസ്. ഇതൊന്നും കൂടാണ്ട് തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് മൈക്കോബാക്ടീരിയയ്ക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒബ്ലിഗേറ്റ് പാത്തോജൻസ്, ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻസ്, സാപ്രോഫൈറ്റിക് മൈക്രോബാക്ടീരിയ. ഒബ്ലിഗേറ്റ് പാത്തജൻസിൽ വരുന്ന ഓർഗാനിസം ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ബോവിസ്, മൈക്കോബാക്ടീരിയം ആഫ്രിക്കാനം. ആൻഡ് ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻ എക്സാമ്പിൾ ആണ് അറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ ഓർ MOTT, മൈക്കോബാക്ടീരിയം കാൻസായി, മൈക്കോബാക്ടീരിയം ഏവിയം. ആൻഡ് സാപ്രോഫൈറ്റിക് മൈക്രോബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് മൈക്കോബാക്ടീരിയം സെമിമാറ്റിസ്, Mycobacterium feli, Mycobacterium stercosus, and Mycobacterium butyrigum. Next we are going to enter an important part which is Mycobacterium tuberculosis. Mycobacterium tuberculosis ne kutti detail aayittu namukku padikam. Ee Mycobacterium, it is called like fungal like organism because of its filamentous forms. ഒരു മൈസീലിയൽ ഗ്രോത്ത് പോലെയൊക്കെ ഉള്ളത് കൊണ്ട്, ഫംഗൽ മൈസീലിയൽ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ഫംഗസ് ലൈക്ക് ബാക്ടീരിയ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം, നോൺ മോട്ടൈൽ, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസം. നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസം. ആൻഡ് they have a slightly curved structure and 2 to 3 micrometer into 0.4 micrometer ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. They can seen as singly, in pairs and also in small clumps. We can see that single ആയിട്ടും കാണാൻ പറ്റും, small clumps ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. It's depend upon the environmental condition. They can change their size.
And staining technique which we used for the identification of this organism is acid fast staining or Seale-Nielsen staining, a type of differential staining. Okay. So cultural characters of this particular organism is it's a slow growing organism. ഒരു സ്ലോ ഗ്രോയിങ് ഓർഗാനിസം ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 14 to 50 hours ആണ് ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ 37 degrees Celsius for 6.4 to 7 pH, and they are obligate aerobes. And in the case of Mycobacterium bovis, it is microaerophilic and they have small growth which is not affected by adding any glycerol to the enrichment medium, and sodium pyruvate will enhance the growth of the sodium pyruvate will enhance the growth of the organism into the medium. അത് കൂടാണ്ട് Mycobacterium tubercle, which is a strict aerobe or obligate aerobe, and it has a luxury growth in the culture media, and growth will increase by adding 0.5% of glycerol, and it also enhance the growth by adding sodium pyruvate into the medium, and the growth they will grow well on an enriched media which contain serum, potato, blood and egg. അതുപോലെ തന്നെ the presence of fatty acids in the culture media give a toxic effect to the bacilli. It can be neutralized by adding albumin. Albumin add ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസ് ആയി പോവും. And ഗ്രോത്ത് ഓൺ സോളിഡ് മീഡിയ ആൻഡ് ലിക്വിഡ് മീഡിയ രണ്ടും ഡിഫറെൻ്റ് ആണ്. സോളിഡ് മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് LJ മീഡിയം എന്ന് പറയുമ്പോൾ ലോവിൻസ്റ്റൺ ജെൻസൺ മീഡിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡോർസെറ്റ് എഗ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ലോഫ്ലെസ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ജാറിഷ് മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോവിൻസ്റ്റൺ LJ മീഡിയം വിച്ച് കണ്ടെയ്ൻ egg medium which contain egg which has albumin protein ഉണ്ടാവും which is help to avoid the toxic production. Okay. And ജാറിഷ് മീഡിയത്തിനകത്ത് ബ്ലഡ് ആണ് ഉണ്ടാവുക, ലോഫ്ലെസ് മീഡിയത്തിനകത്ത് സെറം ഓർ പൊട്ടറ്റോ അതാണ് ഉണ്ടാവുക. LJ മീഡിയം ആണ് നമ്മൾ കോമൺലി ട്യൂബറിക്കൽ ബാക്ടീരിയ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് കൊയാഗുലേറ്റഡ് ഹെൻസ് എഗ്, മിനറൽ സോൾട്ട്, അസ്പാരജൈൻ, മാലക്കൈറ്റ് ഗ്രീൻ വിച്ച് ആഡഡ് ടു ദ LJ മീഡിയം ടു എൻഹാൻസ് ഇറ്റ് ആസ് എ സെലക്റ്റീവ് മീഡിയം. അതുപോലെ അതിലുണ്ടാവുന്ന കോളനീസ് എന്ന് പറയുമ്പോൾ കോളനി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഡ്രൈ, റഫ്, റേസ്ഡ്, ഇറഗുലർ കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഈസ് ലിക്വിഡ് മീഡിയത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂബോസ് ബ്രോത്ത്, മിഡിൽ ബ്രൂക്ക് ബ്രോത്ത്, അതുപോലെ തന്നെ പ്രൊക്കോസർ മീഡിയം, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഉണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് പെല്ലിക്കിൾ വിച്ച് മേ എക്സ്റ്റെൻഡ് അലോങ് ദ സൈഡ്സ് അബൌവ് ദ മീഡിയം ക്യാൻ ബി ഒബ്സർവ്. സർഫസ് പെല്ലിക്കിൾ ഉണ്ടാകും മീഡിയത്തിന്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും കൂടാണ്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ബാക്ടെക് സിസ്റ്റം. സോ നിയാസിൻ ടെസ്റ്റിനകത്ത് നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിയാസിൻ ടെസ്റ്റ് ഹ്യൂമൻസിൽ നമ്മൾ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അതിനകത്ത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ പ്ലസ് 10% സയനോജൻ ബ്രോമൈഡ് പ്ലസ് 4% അനലിൻ ഇൻ 96% എഥനോൾ എടുക്കുക. ആൻഡ് കാംഗ്രി യെല്ലോ കളർ കോളനീസ് ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എ പോസിറ്റീവ് റിയാക്ഷൻ ടു മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അറൈൽ സൾഫറ്റേസ് ടെസ്റ്റ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ എലോങ് വിത്ത് 0.001
millitryptase phenolphthalein disulfate എടുക്കുക. അതിനകത്തോട്ട് ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യുക, ഇൻക്യുബേറ്റ് ഇറ്റ് ആൻഡ് ആഡ് 2 നോർമൽ NaOH. പിങ്ക് കളർ കോളനീസ് ആണെന്നുണ്ടെങ്കിൽ we can see that there is a presence of a typical mycobacterium organism there. Next is neutral red test. So neutral red ടെസ്റ്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ പ്ലസ് ന്യൂട്രൽ റെഡ് എടുക്കുന്നു. If there is a presence of red color, we can see that it is a positive test which contain virulent strains of mycobacteria. Fourth one is an important test is catalase test. Catalase peroxidase test നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ in the case of a typical mycobacterium, catalase test positive. അതിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ പെറോക്സിഡേസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അമിഡൈസ് ടെസ്റ്റിനകത്ത് കൾച്ചർ പ്ലസ് 0.00165 molar amide എടുക്കുക, then incubate it with 37 degrees Celsius, add 0.1 ml of magnesium sulfide plus H2O plus 1 ml phenol, then incubated in boiling water bath for 20 minutes, develop blue color ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റ് ആയിരിക്കും. നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്കിളിന്റെ കേസിൽ നൈട്രേറ്റ് പോസിറ്റീവും മൈക്കോബാക്ടീരിയം ബോവിസിന്റെ കേസിനകത്ത് നെഗറ്റീവും ആയിരിക്കും നൈട്രേറ്റ് ടെസ്റ്റ്. സോ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസം ഈസ് വയബിൾ ഇൻ സ്പ്യൂട്ടം ഫോർ 20 to 30 hours ആൻഡ് ദേ എന്താ പറയാ ഡ്രോപ്ലെറ്റിനകത്താണെങ്കിൽ 8 to 10 hours വരെ അത് സസ്റ്റെയിൻ ചെയ്യും. പിന്നെ ദേ ക്യാൻ ഈസിലി കിൽഡ് ബൈ ഡയറക്റ്റ് സൺലൈറ്റ്. ഡയറക്റ്റ് സൺലൈറ്റ് ഫോർ 60 degrees Celsius ഫോർ 50 minutes. ഗ്ലൂട്രാൽഡിഹൈഡും ഫോമാൽഡിഹൈഡും ആയിട്ട് സെൻസിറ്റീവ് ആണ് ഓർഗാനിസം. കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റന്റ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ എത്തനോൾ. So next is the pathogenesis of this particular organism. So by the inhalation, the organism enters to our body. Speaking, coughing, sneezing. Adinaka, my inhalation of Mycobacterium tuberculosis, it will arrested to the respiratory tract by immunity. അത് കഴിയുമ്പോഴത്തേക്കും it will reach to the lungs and ingested by alveolar macrophages and multiplication in macrophages will occur. So host infection will be TB, depends upon the organism number and virulence and host factor, and they will secrete the tuberculin and survive and multiply in macrophages. It will become activate, cell mediate immunity ഉണ്ടാകും. They will activate and CD4 cells then divided into Th1 and Th2, which is an active macrophages, and they will activate the disease. So usually pulmonary tuberculosis ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. tuberculin lesions ഫോം ചെയ്യാറുണ്ട്, which is formed by the tuberculosis. It is the avicular granuloma composed of a central zone containing the giant cells, and it is also called as white death. So we has to also call the tuberculosis as a white death. So tuberculin formation എങ്ങനെയാണ് ഉണ്ടാവുന്നത്? Avascular granuloma composed of a central zone containing giant cells with or without casetation or necrosis, surrounded by a zone of epithelioid cells with a peripheral zone of lymphocytes and fibroblast. Pathogenicity is due to biological activities of this bacteria.
and which involves cell wall, lipid, polysaccharide, phosphatidase. And tubercle lesions will be two types, exudative and productive. Exudative എന്ന് വെച്ച് കഴിഞ്ഞാൽ accumulation of edema fluid, and productive എന്ന് വെച്ച് കഴിഞ്ഞാൽ cellular. And TB is depending on the type. TB is depending on the type of time, primary tuberculosis and secondary tuberculosis. രണ്ട് ടൈപ്പ് tuberculosis ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രൈമറി tuberculosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bacilli engulfed and multiplied in the alveolar macrophage and cause pneumonia and lower lobe of upper respiratory tract and hilar lymphoid involved together form primary complex and hypersensitivity and heel nodule. Secondary TB എന്ന് പറയുമ്പോഴത്തേക്കും infecting the upper lobe, necrosis and tissue destruction, cavitation, lymph node is not involved in the lymph node is not involved in this kind of tuberculosis. So infection depends upon the dose of the organism, virulence, mode of entry, age, resistance and hypersensitivity of the patient. Antigens present in the Mycobacterium species is group specific polysaccharide antigen and type specific protein antigen used in detection of antibodies. And phage types of Mycobacterium is A, B, C type 1, ABC type 1, which is A is worldwide, B type is in Europe and America, and C type we can see rarely. And A and B type are intermediate common organism. So various systems involved in TB, which is pulmonary, renal, tuberculosis, meningitis, bone marrow and joint, miliary intestinal skin tuberculosis. Clinical symptoms എന്ന് പറയുമ്പോഴത്തേക്കും fever, cough with expectoration, hematopoiesis, weight loss of appetite, signs of pleural effusion, consolidation, cavity, ഇതൊക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ലാബ് ഡയഗ്നോസിസിന് സ്പെസിമെൻസ് നമ്മൾ എടുക്കുന്നത് സ്പ്യൂട്ടം, ഗ്യാസ്ട്രിക് ലാവേജ്, CSF. മൈക്രോസ്കോപ്പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീൽ, നീൽസൺ സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെട്രോഫ് മെത്തേഡ് ഫോർ സ്പ്യൂട്ടം ആൻഡ് ഓക്സാലിക് ആസിഡ് ഓഫ് യൂറിൻ, കൾച്ചർ ഇൻ ലോവൻസ്റ്റൺ ജെൻസൺ മീഡിയം, എലീസ ടെസ്റ്റ്, RIA ടെസ്റ്റ്, ലേറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, പിന്നെ ന്യൂക്ലിക് ആസിഡ് ഡിറ്റക്ഷൻ, ബാക്ടെക്, വെർസാടെക്, MGIT, അനിമൽ ഇനോക്കുലേഷൻ ഇൻ ഗിനി പിഗ്സ്, പിന്നെ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ട്യൂബറിക്കുലിൻ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ആൻഡ് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് PPD ഇൻട്രാഡെർമലി നമ്മൾ ഇനോക്കുലേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈറ്റ് ഒബ്സർവ്ഡ് ആഫ്റ്റർ 72 hours ഫോർ എറിത്രോമ ആൻഡ് ഇൻഡ്യൂറേഷൻ. ഇന്റർപ്രിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ 10 mm indicates a positive test, 5 mm negative, between 5 to 9 mm indicates doubtful, used to diagnose active infection in So treatment എന്ന് പറയുമ്പോൾ ബാക്ടീരിയസിഡൽ ആണെങ്കിൽ റിഫാംബസിൻ, ഐസോനസൈഡ്, പിരിസിനമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ. ബാക്ടീരിയോസ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എത്താംബ്യൂട്ടോൾ, സൈക്ലോസെറിൻ, Camphromycin, Kanamycin, Ciprofloxacin, DOTS and RNTCP. Prophylaxis എന്ന് പറയുമ്പോൾ BCG ആണ്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ആണ്. സ്ട്രെയിൻസ് യൂസ്ഡ് Mycobacterium bovis
And route of inoculation is intradermal. Age at birth, scheduled single dose. Immunity എന്ന് പറയുമ്പോൾ 10 to 12 years protects individual from complicated forms of tuberculosis. Adverse effect local, regional and systematic ആയിരിക്കും. Contradictory in AIDS and measles. So next is atypical mycobacterium. So it is occasionally causing human infection resembling to TB and is called atypical, anonymous and unclassified bacteria. ഇനി നമുക്ക് അങ്ങനെ മൈക്കോബാക്ടീരിയ അങ്ങനെ പറയാൻ പറ്റും. Okay, it's an opportunistic pathogen and according to the presence of this its environmental habitat, it is also called as environmental mycobacteria and also referred as non-tuberculous mycobacteria or MOTT. Mycobacteria other than tubercle. അതിനെയാണ് MOTT എന്ന് പറയുന്നത്. And it is classified by Runoyan 1959 based on the pigment production and rate of growth. And classification of atypical mycobacteria എന്ന് പറയുമ്പോഴത്തേക്കും photochromagens, pigments in sunlight, scotochromagen, pigments in light as well as in dark. An example ആണ് Mycobacterium kansai, Mycobacterium marinum, Mycobacterium scrofulcaeum, Mycobacterium zulgai and non-chromagen, rapid growers. അങ്ങനെ കുറച്ച് ക്ലാസ് and mainly four type ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ photochromagen, scotochromagen, non-photochromagen and rapid growers. അതില് typical and atypical mycobacteriയുടെ ഡിഫറൻസുകളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ morphology and based on the cultural characteristics and biochemicalsന്റെ ബേസിസിലാണ് അത് കാണിച്ചിരിക്കുന്നത്. So it is the diseasesum അതിന്റെ യൂഷ്വൽ atypical agents ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. So laboratory diagnosis of this particular organism is Ziehl-Neelsen staining. Culture LJ medium incubate ചെയ്യുന്നത് 25 degrees Celsius for 37 degrees Celsius, 45 degrees Celsius, and slants observed for pigment production. Identification mainly nitrate reduction test, aryl sulfatase test, tween 8T hydrolysis, growth at different temperature, antibiotic sensitivity testing. Treatment mainly നമ്മൾ യൂസ് ചെയ്യുന്നത് prolonged treatment with INH, rifampicin, ethambutol, clofazimine, quinolones and macrolides. So ഇതാണ് atypical bacterium പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. So next important organism is Mycobacterium leprae. So famous ആയിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള ലെപ്രസി കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് Mycobacterium leprae. It is old disease since Vedic times, probably originated in the tropics and spread to the rest of the world. And the leprae bacilli was first observed by Hansen in 1868. So Mycobacterium leprae എന്ന് പറയുന്നത് ഒരു slightly straight curved rod organism ആണ്. 1 to 8 micrometer into 0.2 to 0.5 micrometer in size. Polar body can seen and they are gram positive, occurred as club, lateral buds and branching filaments forms. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ്, singly or group, and the bacilli bound together by a lipid like substance called glia, and the masses is called globi, and the bundle appearance can be seen. Cultivation എന്ന് പറയുന്നത് mainly not
been able to cultivate in artificial media. So it can be cultivated in mice, 9-banded armadillo, and generation time is 12 to 13 days. സോ മൈക്കോബാക്ടീരിയം ഫുഡ് പാഡ്സ്, അതായത് മൗസിന്റെ ഫുഡ് പാഡ്സിലാണ് നമ്മൾ ഇത് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഓർഗാനിസം നമ്മൾ സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത്. ഗ്രാനുലാമോ ഒക്കെ ഫോം ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വാം ഹ്യൂമിഡ് ദേ വാണ്ട് warm humid environment. The bacilla is viable and for 9 to 16 days, and they resistant in 2 hours sunlight and 30 minutes radiation. So next is important leprosy, pathogenicity. Leprosy, it's a chronic granulomatous disease. Primarily skin, we can see it in our skin, peripheral nerves, nasal mucosa, and tissues and organs. And according to the host immune status, leprosy is classified into 4 classes: lepromatous, tuberculoid, difformus, and indeterminate. Type of disease is reflection of immune status of the host. Lepromatous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lepromatous is seen in where the host immune response is low. So host resistance low ആയല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ. Most bacilli can seen. So it is called a multibacillary, and the superficial nodules are formed. Dense collection of vasculated cells, mononuclear cells, lepra cells, nodule ulcerated. We can see these kinds of things, and they invade to the mucosa in nose, mouth, upper respiratory tract, eyes, kidneys, testes, and bones. More infective, prognosis is very poor, and cell-mediated immunity is deficient. So lepramin test will be always negative. So and auto antibodies are present in this stage. Next is tuberculoid leprosy. Tuberculoid എന്ന് പറയുമ്പോഴത്തേക്കും they shows a high resistance. Lesions are dermatoids. Small number of bacilli can seen, so it is called posibacillary. So cell mediated immunity is adequate, which is present. Cell mediated immunity present ആയിട്ടിരിക്കുക. So lepramin test will be positive. Auto antibodies are in the case is rare. Is borderline or dimorphous leprosy. So both characters of lepromatous and tuberculoid leprosy we can see. So also അതിനെന്താ പറയാ, ബോർഡർ ലൈൻ കൂടെ പറയുന്നുണ്ട്. ഇന്റർമിനൈറ്റ് ലെപ്രസി എന്ന് പറയുമ്പോഴത്തേക്കും ദേ വിൽ ഹീൽ itself, an easy unstable tissue reaction or tuberculoid or lepromatous infection, and it may undergo healing spontaneously. So Rightly and Joplin classification in 1966 5 groups ആയിട്ട് തിരിച്ചിട്ടുണ്ട്. tuberculoid, borderline tuberculoid, borderline lepromatous, and lepromatous LL. ഇങ്ങനെ 5 എണ്ണമായിട്ട് തിരിച്ചു. Epidemiology of this particular organism is exclusively human disease ആണ്. Source എന്ന് പറയുന്നത് patient ആണ്. Mode of transmission is not still clear. Large number of bacilli shed in nasal secretion, and patients may discharge 8 to 10 raised to 8 bacilli in one nose blow. So mode of entry എന്ന് പറയുമ്പോഴത്തേക്കും respiratory tract, skin. So it is not highly communicable. Disease develop in 5% in spouses, and incubation period is 2 to 5 years. Worldwide in distribution, India, Orissa and Biharലാണ് കൂടുതലും കണ്ടു. So next is a lepramin test. Lepramin test എന്ന് പറയുമ്പോഴത്തേക്കും 1990 മിസ്റ്റുഡ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഡിസ്കവേർഡ് ചെയ്തിരിക്കുന്നത്.
സോ ഇതിനകത്ത് ഒറിജിനൽ ലെപ്രേ ബാസിലയെ ബോയിൽ ചെയ്യുക, എന്നിട്ട് അതിനെ ഇൻട്രാഡെർമലി ഇൻജെക്ട് ചെയ്യുക. 2 സെപ്പറേറ്റ് റിയാക്ഷൻ ഈസ് ഒബ്സർവ്ഡ്, ഫെർണാണ്ടസ് റിയാക്ഷൻ ആൻഡ് മിസ്റ്റുഡ റിയാക്ഷൻ. സോ ഫെർണാണ്ടസ് റിയാക്ഷനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എർത്രിമൈ ഇൻഡ്യൂറേഷൻസ് നമുക്ക് കാണാൻ പറ്റും 24 to 48 hours and it will disappears in 3 to 4 days. And മിസ്റ്റുഡ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും after 1 to 2 weeks സബ്സൈഡ് ആയിട്ടുള്ള അറ്റന്യൂറ്റഡ് സ്കിൻ നൊഡ്യൂൾസ് കാണാൻ പറ്റും, വിച്ച് ഇസ് അൾസറേറ്റഡ്. ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് റിയാക്ഷൻ. ലാബ് ഡയഗ്നോസിസിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിമെൻസ് എന്ന് പറയുമ്പോൾ സ്കിൻ ക്ലിപ്പിംഗ്സ്, നേസൽ സാമ്പിൾസ്, സ്കിൻ നെർവ് ബയോപ്സി, ലിംഫ് നോഡ് പങ്ക്ചർ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും സെയിൽ നീൻസൺ സ്റ്റെയിനിങ് വിത്ത് 5% സൾഫ്യൂരിക് ആസിഡ്. ഗ്രേഡിങ്സ് റൈഡ്ലി സ്കെയിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ആൻഡ് മോർഫോളജിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ ഇൻഡെക്സ് ഓൾസോ കാൽക്കുലേറ്റഡ്. കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് പാഡ്സ് ഓഫ് മൗസ്, ഗ്രാനുലാമ ഡെവലപ്മെന്റ് 1 to 6 months നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. സെറോളജിക്കൽ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് അഗ്ലൂട്ടിനേഷൻ ആൻഡ് എലീസ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലെപ്രോമിൻ ടെസ്റ്റ് നോട്ട് ഫോർ ഡയഗ്നോസിസ് ബട്ട് ടു റെസിസ്റ്റൻസ് ഓഫ് ദ പേഷ്യന്റ്. ആൻഡ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫാംബസിനും ക്ലോഫാംബസിനുമാണ് നമ്മൾ കൊടുക്കുന്നത്. പോസിബാസിലറി ലെപ്രസിക്ക് റിഫാംബസിൻ അതാണ് കൊടുക്കുന്നത്. മൾട്ടി ബാസിലറി ലെപ്രസിക്ക് ആണെന്നുണ്ടെങ്കിൽ റിഫാംബസിൻ 600 അത് ഇത്രയുമാണ് നമ്മൾ കൊടുക്കുക. താങ്ക് യു.